ഹലോ, നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാനുള്ള അഭിരുചിയുണ്ടോ? നിങ്ങൾക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നീറ്റ് എക്സാം എഴുതാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ റിപ്പീറ്റ് കഴിഞ്ഞ് ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ആളുകൾ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ പേരൻസ്, സിബ്ലിങ്സ്, ടീച്ചേഴ്സ്, അയൽവാസികൾ, റിലേറ്റീവ്സ് എല്ലാവരും ചോദിക്കും, എന്തിനാ മോളെ വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ പോണേ, എന്തിനാ മോളെ വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? സ്ഥിരമായിട്ട് കേൾക്കലില്ലേ? സോ ഈ ചോദ്യത്തിനൊരു ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നിങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. കാരണം എല്ലാവരും ചോദിക്കുന്നു, എനിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഇതിന് എനിക്കൊരു ഉത്തരമില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സോ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡോപ്പ പുതിയ ഒരു അസസ്മെൻറ്റ് ടൂളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഡോപ്പ നീറ്റ് അസസ്മെൻറ്റ് ടൂൾ അഥവാ DNAT എക്സാം. സോ സിംപ്ലി ഇതൊരു ക്വസ്റ്റിനെയറാണ്, ഇതൊരു എക്സാം ആണ്. നിങ്ങൾക്ക് വളരെ മനസമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡോപ്പയുടെ ഓഫീസിൽ വന്നിരുന്നിട്ട് എൻഗേജ് ചെയ്യേണ്ട ഒരു എക്സാമാണ്. സിംപ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷനുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോപ്പ ഓഫീസിൽ നിന്ന് നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഡോപ്പ ഓഫീസിലേക്ക് വരേണ്ട ഒരു സമയവും ഒരു തീയതിയും അത് കൃത്യമായി നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പേരൻസിനെ കൂട്ടിയിട്ടാണ്. പേരൻസിനെ കൂട്ടിയിട്ട് ഡോപ്പ ഓഫീസിലേക്ക് വരിക. അരമണിക്കൂർ നീളുന്നതാണ് നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പഠിച്ചിട്ട് വരണം? ഒന്നും പഠിച്ചിട്ട് വരണ്ട. ദിസ് ഈസ് ഓൾ അബൌട്ട് ഹൗ യു ആർ ഡീലിംഗ് വിത്ത് ഡിഫറെൻറ്റ് എക്സാംസ്. നിങ്ങളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റീസ് എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, എസ്പെഷ്യലി റിപ്പീറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, എവിടെയൊക്കെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ പല മേഖലകൾ, നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി അടക്കമുള്ള മേഖലകൾ ഈ അരമണിക്കൂർ വരുന്ന ടെസ്റ്റിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചതിന് ശേഷം ആ DNATൻ്റെ ഷീറ്റോട് കൂടിയിട്ട് ഡോപ്പയിലെ ഒരു ഡോക്ടറുടെ അടുത്തുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ, ആ കൗൺസിലിംഗ് സെഷനിലേക്ക് നിങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ തന്നതനുസരിച്ചിട്ട് നമ്മളത് അപഗ്രഥിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആകണം എന്നുള്ള കാര്യം നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. സോ അതിൽ ഉറപ്പാണ് നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസ് മാറി കിട്ടും. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ചില ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട്, ചില ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതാരാണെന്ന് എങ്ങനെ അറിയും? അതിനാണ് DNAT എക്സാം വരുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ തന്നെ നേരെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ പോവുക, അവിടെ ചെല്ലുക, ക്ലിക്ക് ചെയ്യുക, നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അഭിരുചി ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണമാവില്ല. നിങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്തതും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നമായി വന്നേക്കാം. സോ റിപ്പീറ്റ് ചെയ്യണോ, റിപ്പീറ്റ് ചെയ്യണോ, എന്ത് ചെയ്യണോ എന്ന് കൺഫ്യൂഷനുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് നമ്മുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോൾ കിട്ടുന്നുണ്ടാവും. നമ്മുടെ ടൈം സ്ലോട്ടിൽ നിങ്ങൾ ഓരോരുത്തരും എത്തുക. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. ഡോപ്പ ഓഫീസ് വിസിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് പെയ്ഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. കേരളത്തിലുള്ള ഏതൊരു കുട്ടിക്കും, ഡോപ്പയിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാം. ചെറിയൊരു പേയ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ടെസ്റ്റ് നടത്താൻ പറ്റും. ആൻഡ് ഇത് നടത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ മെച്ചം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്യാനിരിക്കുന്ന ഡോക്ടർമാരിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് കൂടി തരാണ്. സോ വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക ആൻഡ് കോൾ ചെയ്യുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ, വിൽ സീ യു അഗൈൻ.